രാവിലെ തന്നെ ഗൗരിയും അനുവും ആനും റെഡിയായി നിന്നിരുന്നു. 9 മണിയോടെ അവർ വാർഡനോട് പറഞ്ഞിറങ്ങി. ആദ്യ കാറ് കൊണ്ടുവന്നിരുന്നു. ഡ്രൈവിംഗ് സീറ്റിൽ ആദിയും കോ ഡ്രൈവിംഗ് സീറ്റിൽ വിച്ചു. ഏറ്റവും പുറകിലായി അജുവും എബിയും സിദ്ധുവും ഉണ്ടായിരുന്നു. പെൺപിള്ളേർ ഒത്ത നടുക്ക് സ്ഥാനം പിടിച്ചു. അങ്ങനെ കളിച്ച് ചിരിച്ച് അവർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ലഗേജ് എല്ലാം എടുത്ത് ആദ്യ വിളിച്ചു പറഞ്ഞ പ്രകാരം അവൻ്റെ ഡ്രൈവർ വന്ന് കാറ് കൊണ്ടുപോയി. ആലിയെയും ഇന്ദുവിനെയും വെയിറ്റ് ചെയ്ത് അവർ പുറത്തു തന്നെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ടാക്സിയിൽ അവരും എത്തി. എവിടെ പോയിരിക്കുമായിരുന്നടി? എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു? അവരെ കണ്ടതും അജു ആലിക്ക് നേരെ ചാടി. എന്നാ പിന്നെ നിങ്ങൾക്കങ്ങ് പൊക്കോടായിരുന്നോ? ആരെ കാത്ത നിന്നു കളഞ്ഞത്? ആലിയും വിട്ടുകൊടുത്തില്ല. അല്ലേലും ആരാടി നിന്നെ കാത്തു നിന്നത്? കൂടെ കൊണ്ടുപോകാൻ പറ്റിയൊരു മുതല് മനുഷ്യ. ഓ, ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടും? കണ്ണി കണ്ട തുടങ്ങിക്കോളും രണ്ടും തല്ലുകൂടാൻ. ഇതിങ്ങനെ തന്നെ തുടരാനാൻ വന്ന വഴി തന്നെ പൊക്കോളണം രണ്ടും. അനു ഒച്ചയെടുത്തു. അയ്യോടി, അതിനാരാ തല്ലുകൂടിയേ? ഞങ്ങൾ സ്നേഹിച്ചതല്ലേ അല്ലേടി? അജു ആലിയെ നോക്കി. പിന്നല്ലാതെ. നിങ്ങൾ വാ അജുക്ക. ആദ്യമേ കയറി വിൻഡോ സീറ്റ് പിടിക്കണം. ആലി അജുവിൻ്റെ കൈ പിടിച്ച് സ്റ്റേഷനകത്തേക്ക് നടന്നു. ഇത് രണ്ടും എന്തിൻ്റെ കുഞ്ഞാണെന്ന് ചിന്തിച്ചുകൊണ്ട് ബാക്കിയുള്ളവരും അവരുടെ പുറകെ പോയി. 10 മണി കഴിഞ്ഞപ്പോഴേക്കും ട്രെയിന് വന്നു. നേരത്തെ സീറ്റ് ബുക്ക് ചെയ്യുന്നതിനാൽ അവർക്കെല്ലാവർക്കും കൂടി ഒരു കമ്പാർട്ട്മെൻറ്റ് തന്നെ കിട്ടി. ഗൗരി വിൻഡോ സീറ്റിലിരുന്നു. അവൾക്കടുത്തായി ആദിയും ഇരുന്നു. അതിന് ഓപ്പോസിറ്റായി ആലിയും അവൾക്കടുത്തായി അജുവും ഇരുന്നു. അജുവിനടുത്ത് എബിയും എബിക്കടുത്ത് വിച്ചുവും ഇരുന്നു. ആദിയുടെ അടുത്ത് സിദ്ധുവും സിദ്ധുവിനടുത്ത് ഇന്ദുവും അതിനടുത്ത് ആനും അനുവും ഇരുന്നു. ട്രെയിൻ ചലിച്ചു തുടങ്ങിയതും ഗൗരി പുറം കാഴ്ചകളിലേക്ക് ദൃഷ്ടി പായിച്ചിരുന്നു. പെട്ടെന്ന് കൈകളിൽ ഒരു തണുപ്പ് അനുഭവപ്പെട്ടതും അവൾ തിരിഞ്ഞു നോക്കി. ആദ്യം അവളുടെ കൈയോട് അവൻ്റെ കൈ ചേർത്ത് പിടിച്ച് അവളെ തന്നെ നോക്കിയിരിക്കുവാണ്. അവൾ എന്താന്ന് പിരികം പൊക്കി ചോദിച്ചു. അവൻ ചിരിച്ചുകൊണ്ട് ഒന്നുമില്ലെന്ന് ചുമലുകൂച്ചി കാണിച്ചു. അവൾ പതിയെ അവൻ്റെ തോളിലേക്ക് തലചായ്ച്ചു. അവനൊരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. നമ്മൾ ചെല്ലുന്ന കാര്യം വീട്ടിൽ പറഞ്ഞിട്ടില്ലേ അനു? ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു. അവരെല്ലാം നിങ്ങളെല്ലാവരെയും കാത്തിരിക്കുക. പൊന്നു മോനെ വിച്ചു, കുറച്ച് ഡീസൻ്റായിട്ടൊക്കെ പെരുമാറണം കേട്ടോ. ഭാവി ഭാര്യ വീടാണ്. ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ചളമാക്കരുത്. അജു വിച്ചുവിന് മുന്നറിയിപ്പ് നൽകി. അത് പിന്നെ പറയണോ? ഭാവി അമ്മായിയമ്മയെയും അമ്മായിയപ്പനെയും വളച്ചൊടിച്ച് കുപ്പിയിലാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വിച്ചു അനുവിനെ നോക്കി സൈറ്റടിച്ചുകൊണ്ട് പറഞ്ഞു. അനു നാണത്തോടെ മുഖം കുനിച്ചു. നിനക്ക് ഈ എക്സ്പ്രഷൻ ഒക്കെ വരുവോടി? എന്താ അവളുടെ ഒരു നാണം? എബി അനുവിനിട്ട് താങ്ങി. ദേ അച്ചായ, വെറുതെ എന്നോട് ചൊറിയാൻ നിൽക്കല്ലേ. അവസാനം ഞാൻ കയറി മാന്തും. അന്നമ്മ വിധവയാവും. പിന്നെ അവൾക്ക് വേറെ അച്ചായനെ കണ്ടുപിടിക്കണം. വലിയ റിസ്ക്കുള്ള പണിയാ. അതുകൊണ്ട് പൊന്നുമോനെ എൻ്റെ കൈക്ക് പണി ഉണ്ടാക്കല്ലേ. ഡി, സത്യമായിട്ടും നീ എനിക്ക് വേറെ അച്ചായനെ നോക്കോ? എന്ന് നീ കയറി മാന്തിക്കോടി. ഞാനുണ്ട് കട്ട സപ്പോർട്ടിന്. ആൻ അനുവിനെ പ്രതീക്ഷയോടെ നോക്കി. തിണ്ടി, ഞാനിവിടെ പന പോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വേണമല്ലേ നിനക്ക്? എബി ആനിന് നേരെ ചാടി. എത്ര എന്ന് പറഞ്ഞാ നിങ്ങളുടെ ഈ ഓഞ്ഞ മോന്ന് കണ്ടിരിക്കുന്നേ. ആരാ ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ആൻ വിട്ടുകൊടുത്തില്ല. ഇവിടെ ഇന്ന് ഞാൻ. എബി ആനിന് നേരെ കൈ ചുരുട്ടി വന്നതും വിച്ചു അവനെ പിടിച്ചു വെച്ചു. അടങ്ങിയിരിക്കട അവിടെ. നീയായിട്ട് ചോദിച്ചു വാങ്ങിയതല്ലേ? വിച്ചു ഗൗരവത്തിൽ പറഞ്ഞതും എബി ആനിനെ കടുപ്പിച്ചൊന്ന് നോക്കി മുഖം തിരിച്ചിരുന്നു. അത് കണ്ട് ആനിന് ചിരി വന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിച്ച് ചിരിച്ച് സമയം പൊക്കോണ്ടിരുന്നു. അയ്യോ, പെട്ടെന്ന് ആനിൻ്റെ നിലവിളി കേട്ടതും എല്ലാവരും ഞെട്ടി അവളെ നോക്കി. എന്താടി? എനിക്ക് വിശക്കുന്നു. എന്ത്? എനിക്ക് വിശക്കുന്നൂന്ന്? ഇങ്ങനെ ഒരു തീറ്റ ഭ്രാന്തി. എബി അതും പറഞ്ഞ് പുച്ഛത്തോടെ നേരെയിരുന്നു. എനിക്ക് വിശക്കണോ? ഓ, അടങ്ങ പെണ്ണെ, ദേ ഈ ബിസ്ക്കറ്റ് മതിയോ? ഇന്ദു അവളുടെ ബാഗിൽ നിന്നും ഒരു ഓറിയോ പാക്കിൻ്റെ ബിസ്ക്കറ്റ് നീട്ടി. ഹായ്, ഓറിയോ. ആനത് വാങ്ങാൻ പോയതും ആലിയും അജുവും അനുവും എബിയും കോറസ് പാടിക്കൊണ്ട് ചാടി വീണു. ഗ്രഹണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാൻ കണ്ട പോലെ ആക്രമണമായിരുന്നു പിന്നീട് അങ്ങോട്ട്. വിശന്നു വലഞ്ഞ് നിലവിളിച്ച ആനിൻ്റെ വയറ്റിലെ കോഴിക്കുഞ്ഞുങ്ങൾ ഒന്നും കിട്ടില്ലെന്ന ഡ്രസ്ലെസ് ട്രൂത്ത്. അതന്നെ, നഗ്നസത്യം മനസ്സിലാക്കിയതും നാട് വിട്ടു. ഇതുപോലുള്ള അവസരങ്ങൾ നടക്കുന്നത് തന്നെ ഇവിടെയും നടന്നു. എന്താന്നല്ലേ അവസാനം വന്ന ബിസ്ക്കറ്റ് ആര് കഴിക്കും? 4 പേരും പരസ്പരം നോക്കി. ഒരിക്കലും വിട്ടുതരില്ലെന്ന ഭാവത്തോടെ വീറോട് ആ ബിസ്ക്കറ്റിനായി അവർ പൊരുതി. പിന്നീട് അങ്ങോട്ടൊരു യുദ്ധമായിരുന്നു. വാഗ്വാദങ്ങൾ കൈകളിലായി മാറി.
പരസ്പരം മാന്തുക, മുടിയിൽ പിടിച്ചു വലിക്കുക, കടിക്കുക തുടങ്ങിയ ഇന്റർനാഷണൽ ഫൈറ്റുമായി അവർ മുന്നേറി. ഇത് കണ്ട് അന്തം വിട്ടിരിക്കാനേ ബാക്കിയുള്ളവർക്കായുള്ളൂ. ഇടയ്ക്ക് കയറി സ്വന്തം ശരീരം പഞ്ഞിക്കിടണമെന്ന് കരുതി ആരും ഇടയ്ക്ക് കയറിയില്ല. തല്ലുകൂടുന്നതിൻ്റെ ആവേശത്തിനിടയിൽ അവരുടെ അവസാനത്തെ ഇരയായ ബിസ്ക്കറ്റിനെ നമ്മുടെ പിള്ളേര് മറന്നുപോയി. അവസാനം അടികൊണ്ടും കൊടുത്തും തളർന്നിരുന്ന പിള്ളേര് കാണുന്നത് ആ അവസാനത്തെ ബിസ്ക്കറ്റ് ആസ്വദിച്ച് തിന്നുന്ന സിദ്ധുവിനെയാണ്. ചതി, കൊടും ചതി, ദുഷ്ടൻ, വഞ്ചകൻ, ദ്രോഹി. ഒരെണ്ണം എനിക്ക് തരായിരുന്നു മഹാഭാവികളെ. ആനിൻ്റെ രോദനം. ഞങ്ങൾക്കിനിയും ചിരിക്കാൻ വയ്യേ. ആദിയും ഗൗരിയും വിച്ചുവും ഇന്ദുവും കൂടി പൊട്ടിച്ചിരിച്ചു. സിദ്ധു എല്ലാവരെയും നോക്കി ഇളിച്ചു കാണിച്ചു. ഓറിയോ ആർക്കാ ഇഷ്ടമല്ലാത്തത്? അങ്ങനെ തല്ലുകൂടിയ ക്ഷീണത്തിൽ എല്ലാവരും ഒന്ന് മയങ്ങി. ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയോടെ അവർ ഇറങ്ങേണ്ട സ്റ്റേഷനിൽ ഇറങ്ങി. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നതിനാൽ സ്റ്റേഷനടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് 2 ടാക്സികളിലായി അവർ അനുവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. ഒരു ടാക്സിയിൽ അനുവും ഇന്ദുവും വിച്ചുവും ആദിയും ഗൗരിയും കയറി. മറ്റുള്ളവർ മറ്റേ വണ്ടിയിലും കയറി. അനു കയറിയ ടാക്സി ആദ്യമേ പോയി. മറ്റേ ടാക്സിയോട് അതിനെ ഫോളോ ചെയ്യാൻ പറഞ്ഞു. പോകുന്ന വഴിയിൽ എല്ലാവരും കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. ദേ, അതാണ് ഞങ്ങൾ അന്തപുരിക്കാരുടെ സ്വന്തം പത്മനാഭൻ. പത്മനാഭ സ്വാമി ടെമ്പിൾ പാസ് ചെയ്തതും അനു പറഞ്ഞു. ഗൗരി അതിശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി. എന്താ ഇവിടുത്തെ പ്രത്യേകത? ഗൗരി അത്ഭുതത്തോട് ചോദിച്ചു. 10 തലയുള്ള അനന്തൻ്റെ പുറത്ത് ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലയും ഭൂമി ദേവിയുടെ മടിയിൽ കാലും വെച്ച് യോഗനിദ്രാവസ്ഥയിലുള്ള സാക്ഷാൽ മഹാവിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ. പത്മനാഭനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഗൗരിക്കുട്ടി. മുത്തശ്ശിയോട് ചോദിച്ചാൽ മതി, മുത്തശ്ശി പറഞ്ഞു തരും. അനു പറഞ്ഞത് കേട്ട് ഗൗരി ചിരിയോടെ തല ഉലുക്കി. സിറ്റിയിൽ നിന്നും അനു പറഞ്ഞു കൊടുത്ത പ്രകാരം വണ്ടി കുറച്ചുള്ളിലേക്ക് പോയി. നഗരത്തിൻ്റെ തിരക്കുകൾ കുറഞ്ഞു വന്നു. കുറച്ചു ദൂരം കൂടി ചെന്നപ്പോൾ അനു നിർത്താൻ പറഞ്ഞു. എല്ലാവരും പുറത്തേക്കിറങ്ങി. പുറകെ വന്ന കാറും നിർത്തി. അതിൽ നിന്നും എല്ലാവരും ഇറങ്ങി വന്നു. എത്തിയോടാ? അജു വന്ന് വിച്ചുവിൻ്റെ തോളിൽ പിടിച്ചു. ആ, അവൾ വണ്ടി നിർത്താൻ പറഞ്ഞു. ഡ്രൈവർ നിർത്തി. വിച്ചു അനുവിനെ നോക്കി പറഞ്ഞു. അവൾ മുന്നിലുള്ള റോഡും നോക്കി നിൽക്കുവാണ്. നമുക്കിവിടുന്ന് നടന്നു പോകാം, അനു ആഹ്ലാദത്തോടെ പറഞ്ഞു. നടക്കാനോ? എനിക്കെങ്ങും വയ്യ. എന്താ നിന്റെ വീട്ടിൽ വണ്ടി ചെല്ലില്ലേ? എബി മടിയോടെ പറഞ്ഞു. എൻ്റെ അച്ചായ, ഇവിടുന്ന് നടന്നു പോകുന്നത് രസാ. ഞാൻ റെഡി. ഗൗരി അവളുടെ ബാഗും എടുത്ത് അനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞങ്ങളും ബാക്കി പെൺപിള്ളേരും ചെന്നു. അതെ, നിങ്ങൾ വരുന്നുണ്ടേൽ വാ, ഇല്ലേൽ ഇവിടെ തന്നെ നിന്നു. അതും പറഞ്ഞാനും അവരെയും കൂട്ടി നടന്നു. ആൺപിള്ളേർ പരസ്പരം നോക്കി. ഇനി ഇവിടെ നിന്നിട്ട് എന്താവാനാ? വാ, നമുക്ക് പോവാം. അതും പറഞ്ഞ് ആദ്യം ടാക്സി സെറ്റിൽ ചെയ്ത് അനുവിൻ്റെ പിന്നാലെ നടന്നു. പുറകെ ബാക്കിയുള്ളവരും. നിറയെ വയലുകളും പച്ചപ്പുമൊക്കെ ഇരുവശവും നിറഞ്ഞു നിൽക്കുന്ന റോഡിലൂടെ അവർ അതൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് നടന്നു. ഒടുവിൽ നടന്നൊരു വലിയ പടിപ്പുര വാതിലിന് മുന്നിൽ അനു നിന്നു. അവൾ അത് മലർക്കെ തുറന്നകത്തേക്ക് കയറി. അവളുടെ പുറകെ മറ്റുള്ളവരും. അനുവിനടുത്തായി നിരനിരയായി നിന്ന് അവർ മുന്നോട്ട് നോക്കി. തങ്ങളുടെ മുന്നിലെ കാഴ്ച കണ്ട് അനു ഒഴികെ എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന വലിയൊരു തറവാട്, വലിയൊരു 4 കെട്ട് വീട്, മുറ്റത്ത് ഒരു തുളസിത്തറ. തറവാടിന് മുന്നിലെ തുളസിത്തറയ്ക്ക് വല്ലാത്തൊരു ചൈതന്യം അനുഭവപ്പെടുന്നു. വിശാലമായ മുറ്റം. മുറ്റത്തിനിരുവശത്തും അശോക മരങ്ങൾ പൂത്തു നിൽക്കുന്നു. കാറ്റിൽ പൊഴിഞ്ഞു വീണ അശോക പൂക്കൾ മണ്ണിനോട് കിന്നാരം പറയുന്നു. വലതുവശത്തായി ഒരു വലിയ മൂവാണ്ടൻ മാവ് പന്തലിച്ച് നിൽക്കുന്നു. അതിൻ്റെ ഒരു കൊമ്പിൽ വലിയൊരു ഊഞ്ഞാല് കെട്ടിയിട്ടുണ്ട്. ഇടതുവശത്തായി ഭംഗിയുള്ളൊരു പൂന്തോട്ടം. റോസയും കാശിത്തുമ്പയും തെറ്റിയും പല നിറത്തിലുള്ള 10 മണികളുമൊക്കെ ഉണ്ട്. മാവ് കൂടാതെ വീടിന് ചുറ്റും പടർന്നു പന്തലിച്ച് നിൽക്കുന്ന പലവിധ വൃക്ഷങ്ങൾ. തങ്ങളുടെ മുന്നിലുള്ളത് സ്വപ്നമോ സത്യമോ എന്ന് തിരിച്ചറിയാനാവാതെ നിൽക്കുകയാണ് എല്ലാവരും. അനു കുറച്ച് മുന്നോട്ട് നടന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും ബാക്കി എല്ലാവരും നിന്നെടുത്ത് തന്നെ നിൽക്കുവാണ്. നിങ്ങളെന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞത്? വാ, അനു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. പാറക്കുട്ടിയെ, ഇവിടെ ആരുമില്ലേ? നോം വന്നത് അറിഞ്ഞില്ലെന്നുണ്ടോ? ഒരു താലം എടുത്ത് ഇങ്ങോട്ട് വരിക. പടികളിലേക്ക് കയറിക്കൊണ്ട് അനു വിളിച്ചു കൂവി. അവളുടെ ശബ്ദം കേട്ട് തുറന്നു കിടന്ന മുൻവാതിലൂടെ ഐശ്വര്യമുള്ളൊരു സ്ത്രീ പുറത്തേക്ക് വന്നു. ഒരു സിമ്പിൾ സ്കൈ ബ്ലൂ കോട്ടൺ സാരിയാണ് വേഷം. കഴുത്തിൽ താലിയും കയ്യിൽ 2 വളകളും. മുഖത്തെ ചുവന്ന വട്ടപ്പൊട്ടും നെറുകയിലെ സിന്ദൂരവും ആ മുഖത്തിന് പ്രത്യേക ഭംഗി നൽകുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അനുവിൻ്റെ അമ്മയാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. താലം മാത്രം മതിയോ തമ്പുരാട്ടിക്ക്? ഒരു ആനയും അമ്പാരിയും കൂടി വിളിക്കാം. എന്തേ? അതൊക്കെ എൻ്റെ അമ്മക്കുട്ടിക്ക് ബുദ്ധിമുട്ടാകൂലേ? ഇല്ലേനൊരു കൈ നോക്കായിരുന്നു.
ഹോ, ഇങ്ങനെ ഒരു പെണ്ണ് നിന്നെ അവിടെ ഉള്ളവർ എങ്ങനെ സഹിക്കുന്നടി? അമ്മ അവളുടെ കയ്യിൽ നുള്ളിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവിടെ ഒരു പൊട്ടിച്ചിരി കേട്ടു. ചിരിയുടെ ഉറവിടത്തിലേക്ക് നോക്കിയതും അനുവിനെ നോക്കി ചിരിക്കുന്ന അവളുടെ ഫ്രണ്ട്സിനെയാണ് അനു കാണുന്നത്. അവൾ അവരെ നോക്കി പേടിപ്പിച്ചതും അവർ ചിരിയടക്കി പിടിച്ചു. അപ്പോഴാണ് അമ്മ അവരെ കാണുന്നത്. ആ, മക്കളെന്താ അവിടെ തന്നെ നിന്നു കളഞ്ഞേ? കയറി വാ എല്ലാവരും. അമ്മ വാത്സല്യത്തോട് അവരെ ക്ഷണിച്ചു. അവരെല്ലാം ചിരിയോട് അകത്തേക്ക് കയറി. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് വൺ ആൻഡ് ഓൺലി അമ്മ, പാർവതി വർമ്മ, നമ്മുടെ പാറുക്കുട്ടി, ദ റിയൽ പോരാളി. അനു അമ്മയെ ചേർത്ത് പിടിച്ച് പരിചയപ്പെടുത്തി. അവൾ തിരിച്ചും ഓരോരുത്തരെയും അമ്മയ്ക്കും പരിചയപ്പെടുത്തി. എല്ലാവരെയും കുറിച്ച് ഇവൾ പറഞ്ഞിട്ടുണ്ട്. മക്കൾ വാ. അമ്മ ചിരിയോട് അവരെയും വിളിച്ച് അകത്തേക്ക് പോയി. അച്ഛന് വിടില്ല അമ്മേ? ഇല്ലടി, നിങ്ങൾ വരുന്ന പ്രമാണിച്ച് ലീവ് എടുക്കാനിരുന്നതാ. പക്ഷേ ഓഫീസിലെന്തോ അത്യാവശ്യമുള്ളത് കൊണ്ട് പോവേണ്ടി വന്നു. വൈകിട്ട് നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെന്താ ആരുമൊന്നും മിണ്ടാതെ നിൽക്കുന്നേ? അമ്മ മറ്റുള്ളവരെ നോക്കി ചോദിച്ചു. ഏയ് ഒന്നുമില്ല ആൻറ്റി, ഞങ്ങൾക്ക് ഇതുവരെ ഈ വീട് കണ്ടതിൻ്റെ അത്ഭുതം മാറിയിട്ടില്ല. എന്ത് ഭംഗിയായി ഇവിടെ, ആലി ചുറ്റും നോക്കി പറഞ്ഞു. അതെ, പഴയ വീടാണെന്നല്ലാതെ ഇത്രത്തോളം മനോഹരമാണെന്നും ഇവൾ പറഞ്ഞിരുന്നില്ല. എന്തോ ഇവിടെ വന്നപ്പോൾ മുതൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും വീടിനെ കുറിച്ചുള്ള ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഗൗരി അപ്പോഴും ഒന്നും പറയാതെ അവിടെ മുഴുവൻ നോക്കി കാണുമായിരുന്നു. അത് കണ്ട പാർവതി അവളുടെ അടുത്തേക്ക് ചെന്നു. മോളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? പാർവതി വാത്സല്യത്തോടെ അവളുടെ കവളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. ഗൗരിക്ക് പെട്ടെന്ന് അവളുടെ മായമ്മയെ ഓർമ്മ വന്നു. സ്വന്തം പെറ്റമ്മയെ കണ്ട ഓർമ്മ അവൾക്കില്ല. അവളുടെ മനസ്സിലെ അമ്മ എന്ന രൂപത്തിന് മായമ്മയുടെ മുഖമായിരുന്നു. ഗൗരിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നതും പാർവതിക്ക് ടെൻഷനായി. എന്തു പറ്റി മോളെ? എന്തിനാ എൻ്റെ കുട്ടി കരയണേ? പാർവതി ആദിയോട് ചോദിച്ചതും ഗൗരി ഒരു ഏങ്ങലോടെ പാർവതിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അവർ അവളെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചു. ഗൗരിയുടെ വിഷമത്തിന് കാരണം അറിയാവുന്നതിനാൽ എല്ലാവരും മൗനം പാലിച്ചു. ഗൗരിയുടെ കണ്ണുനീർ ആദിയുടെ ഹൃദയത്തിലായിരുന്നു പതിച്ചത്. അനുപതിയെ ഗൗരിയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ തോളിൽ കൈവച്ചു. അവൾ പാർവതിയിൽ നിന്നും അകന്നു നിന്നു. ഇനി എൻ്റെ ഗൗരിക്കുട്ടി കരയണ്ട കേട്ടോ. ഈ പാറുക്കുട്ടിയെ നീ അങ്ങെടുത്തോടി, എനിക്ക് ഒരു വിരോധവുമില്ല. അനു ഗൗരിയുടെ കണ്ണ് തുടച്ചുകൊണ്ട് പറഞ്ഞു. ഗൗരി അത് കേട്ട് ചിരിച്ചു. എനിക്കിഷ്ടമായ ഈ സുന്ദരി മോളെ, പാർവതി ഗൗരിയുടെ കവളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. അപ്പം ഞങ്ങളോ? ആനും ഇന്ദുവും ആലിയും കോറസ് പാടി. നിങ്ങളെയും? പാർവതി ചിരിച്ചുകൊണ്ട് കൈവിടർത്തി. അവർ 3 പേരും ഓടിച്ചെന്ന് പാർവതിയെ കെട്ടിപ്പിടിച്ചു. ഗൗരിയും അവരോട് ചേർന്ന് നിന്നു. ഇപ്പം ഞാൻ ആരായി? അനുമുഖം വീർപ്പിച്ചു. എങ്ങോട്ട് വാടി? ആലി അവളെയും പിടിച്ചു വലിച്ചു. അവരുടെ സ്നേഹപ്രകടനം കണ്ട് ചിരിയോടെ ആൺപിള്ളേരും നിന്നു. അമ്മയെ കണ്ടപ്പോൾ മുത്തശ്ശിയെ മറന്നുല്ലോ. പെട്ടെന്ന് മറ്റൊരു ശബ്ദം കേട്ടതും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി. അനു ഉടനെ ഓടിപ്പോയി മുത്തശ്ശിയെ കെട്ടിപ്പിടിച്ച് വട്ടം കറക്കി. വേണ്ട വേണ്ട, നിന്റെ കള്ള സ്നേഹമൊന്നും നിനക്ക് വേണ്ട. വന്നിട്ട് ഇത്ര നേരമായിട്ട് എന്നെ കാണാൻ വരാൻ തോന്നിയോ നിനക്ക്? മുത്തശ്ശി കള്ളദേഷ്യം നടിച്ചു പറഞ്ഞു. പിണങ്ങാതെ സുഭദ്ര കൊച്ചേ, ഞങ്ങൾ വന്ന് കയറിയതല്ലേ ഉള്ളൂ. ഇവർ ഓരോന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നിന്ന് പോയടാ. ഇല്ലേൽ എൻ്റെ സുഭദ്ര കൊച്ചിനെ കാണാതെ ഞാൻ എന്തേലും ചെയ്യോ? മതി പതപ്പിച്ചതേ. എവിടെ എൻ്റെ കൂട്ടുകാരെ? മുത്തശ്ശി കാണട്ടെ. അനു തിരിഞ്ഞ് മുത്തശ്ശിക്ക് എല്ലാവരെയും കാണിച്ചു കൊടുത്ത് പരിചയപ്പെടുത്തി. ഇതെൻ്റെ മുത്തശ്ശി സുഭദ്ര. ആളിങ്ങനെ ഇരിക്കുന്നു കരുതണ്ട, കാഞ്ഞ വിത്താണ്. ഡീ കുരുത്തം കെട്ടവളെ. മുത്തശ്ശി അനുവിൻ്റെ ചെവിക്ക് പിടിച്ചു. മുത്തശ്ശി വിട്, എനിക്ക് വേദനിക്കുന്നു. അന കിടന്ന് തുള്ളിയതും മുത്തശ്ശി പിടിവിട്ടു. മക്കൾ വാ. മുത്തശ്ശി എല്ലാവരെയും അടുത്തേക്ക് വിളിച്ചു. മുത്തശ്ശി ഓരോരുത്തരെയും വിശദമായി തന്നെ പരിചയപ്പെട്ടു. വിച്ചു മുത്തശ്ശിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങി. അത് കണ്ട് അനുവിൻ്റെ കിളി പറന്നെങ്കിലും മറ്റുള്ളവർ ചിരിയടക്കാൻ കഷ്ടപ്പെടുന്നുണ്ട്. എന്താ മോൻ്റെ പേര്? വിഷ്ണു. വിച്ചു ഇല്ലാത്ത വിനയമൊക്കെ മുഖത്ത് വാരി വിതറി പറഞ്ഞു. ഭഗവാന്റെ പേരാണ്, നന്നായി വരൂ. മുത്തശ്ശി വിച്ചുവിൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അനു, നിങ്ങൾ വല്ലതും കഴിച്ചിട്ടാണോ വന്നത്? ആ അമ്മേ, ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിച്ചു. എന്ന് ചെന്ന് ഫ്രഷ് ആവൂ. അവർക്കെല്ലാം മുറി കാണിച്ചു കൊടുക്ക്. മുറി നിങ്ങൾ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞതുകൊണ്ട് മുകളിലത്തെ വലിയ മുറികൾ ഞാൻ വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. ശരിയമ്മേ, വാ. അനു എല്ലാവരെയും നോക്കി വിളിച്ചിട്ട് മുകളിലേക്കുള്ള കോണിപ്പടി കയറി. ചെല്ല് മക്കളെ, പോയി ഫ്രഷായി കുറച്ച് സമയം വിശ്രമിക്ക്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് വൈകിട്ട് പറയാം. ശരി മുത്തശ്ശി. അവരും അനുവിൻ്റെ പുറകെ പോയി. മുകളിലെ 2 റൂമുകൾ പാർവതി വൃത്തിയാക്കിയിട്ടിരുന്നു. ഒന്ന് അനുവിൻ്റെ സ്വന്തം മുറി ആയിരുന്നു. അത് ഗേൾസും മറ്റേ മുറി ബോയ്സും എടുത്തു. എല്ലാവരും മുറിയിൽ കയറി ഫ്രഷായ ശേഷം ഒന്ന് മയങ്ങി. പിന്നെ വൈകിട്ട് 5 മണിയോടെയാണ് എല്ലാവരും എണീറ്റത്. എല്ലാവരും ചെല്ലുമ്പോൾ അനുവിൻ്റെ അച്ഛൻ വന്നിരുന്നു. അച്ഛനെ കണ്ടതും അനു അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അച്ഛേ.
അനു ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചു. എത്തിയോ അച്ഛൻ്റെ വായാടി? സുഖമല്ല അച്ഛൻ്റെ കുട്ടിക്ക്? അവളൊന്ന് ചിണുങ്ങിക്കൊണ്ട് അച്ഛനോട് ചേർന്ന് നിന്നു. അച്ഛേ, ഇതെൻ്റെ ഫ്രണ്ട്സ് ഗൗരി, ഇന്ദു, ആലി, ആൻ, അജൂക്ക, ആദിയേട്ടൻ, എബിചായൻ, സിദ്ധുവേട്ടൻ, പിന്നെ ഇത് വിച്ചുവേട്ടൻ. അവസാനം കുറച്ച് നാണത്തോടെ അവൾ വിച്ചുവിനെയും പരിചയപ്പെടുത്തി. എല്ലാവരും അദ്ദേഹത്തെ നോക്കി ചിരിച്ചതും വിച്ചു വീണ്ടും അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിച്ചു. ഇവനിത് കൊളമാക്കും, അവൻ്റെ ഒടുക്കത്തെ കാലുവാരൽ. അജു ആരും കേൾക്കാതെ ആദിയുടെ ചെവിയിൽ പറഞ്ഞു. ആദി അത് കേട്ട് ചിരിച്ചു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അനുവിൻ്റെ അച്ഛൻ വിച്ചുവിനെ തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു. നല്ല സംസ്കാരമുള്ള കുട്ടിയാ, വന്നപ്പോഴേ എൻ്റെ അനുഗ്രഹവും വാങ്ങി. അങ്ങോട്ടേക്ക് വന്ന മുത്തശ്ശി വിച്ചുവിനെ നോക്കി പറഞ്ഞു. സംസ്കാരോ ഇവനോ എന്ന എക്സ്പ്രഷനിലാണ് ബാക്കിയുള്ളവർ. വിച്ചൊരു നാണത്തോട് ആരും കാണാതെ അനുവിനെ സൈറ്റടിച്ച് കാണിച്ചു. അവളാനിൽ പറക്കാൻ ഇനി തലക്കുള്ളിൽ ഏതെങ്കിലും കിളിയിൽ ബാക്കിയുണ്ടോ എന്ന ചിന്തയിലാണ്. അപ്പോഴേക്കും അമ്മ ചായയും പലഹാരങ്ങളുമായി വന്നു. എല്ലാവരും ഓരോ വിശേഷമൊക്കെ പറഞ്ഞ് ചായ ആസ്വദിച്ചു കുടിച്ചു. അനുവിൻ്റെ കുഞ്ഞിലെ മുതലുള്ള ഓരോ കഥകൾ പറഞ്ഞ് അച്ഛനും മുത്തശ്ശിയും അമ്മയും ഒരുപോലെ അനുവിനിട്ട് താങ്ങുന്നുണ്ട്. അത് കേട്ട് വിച്ചൊഴികെ ബാക്കി എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അജുമാനും ഇരുന്നും കിടന്നുമൊക്കെ ചിരിക്കുന്നു. വിച്ചുവാണിൽ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന എക്സ്പ്രഷനിൽ ഇരിക്കുവാണ്. എന്തായാലും കയ്യിൽ നിന്ന് പോയി, ഇനി അനുഭവിക്കുക തന്നെ. മതി മതി, നേരെ ഇരുട്ടി തുടങ്ങി. എല്ലാവരും പോയി കുളിച്ച് വരിക, വിളക്ക് വെക്കണം. മുത്തശ്ശി പറഞ്ഞതും എല്ലാവരും എണീറ്റ് ഫ്രഷ് ആവാൻ പോയി. എല്ലാവരും കുളിച്ച് വന്നിട്ടും ആദ്യം എത്തിയിരുന്നില്ല. അവൻ അത്യാവശ്യമായ ഒരു ഫോൺ വന്നെന്നും ഇപ്പോൾ വരുമെന്നും വിച്ചു പറഞ്ഞു. മുത്തശ്ശി പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി. എല്ലാവരും പ്രാർത്ഥിച്ചു. മോളെ ഗൗരി, ഈ ദീപം തുളസിത്തറയിൽ വെച്ചിട്ട് വാ. മുത്തശ്ശി ഗൗരിയുടെ കയ്യിൽ ദീപം നൽകിക്കൊണ്ട് പറഞ്ഞു. ഗൗരി അതിയായ സന്തോഷത്തോടെ അത് വാങ്ങി ഉമ്മറത്തേക്ക് നടന്നു. റൂമിൽ റേഞ്ചില്ലാത്തതിനാൽ ഫോണും കൊണ്ട് വീടിന് പുറത്തേക്ക് വന്നതാണ് ആദി. തൻ്റെ മുന്നിലെ കാഴ്ച കണ്ട് അവൻ തറഞ്ഞു നിന്നു.